ചെന്താമര പുഷ്പമൊരു വെൺതാമര പൂവിൽ ചേർത്തതുപോൽ തൻ സുതന്റെ പൂമേനിയെ അമ്മ മടിയിൽ കിടത്തി ചുംബിക്കുന്നിതാ, അമ്മ മടിയിൽ കിടത്തി ചുംബിക്കുന്നിതാ. നിൻ പുത്രൻ ഞങ്ങളെ നിൻമടിയിൽ ചേർക്കുവാനും ഞങ്ങളുടെ ആത്മാക്കളെ കൈക്കൊള്ളുവാനും വന്നിടണമേ, ആത്മാക്കളെ കൈക്കൊള്ളുവാനും വന്നിടണമേ. കുരിശിൻ്റെ വഴിയിൽ 13-ാം സ്ഥലം. അവിടെ നാം ഇങ്ങനെ കാണുകയാണ്: ചെന്താമര പുഷ്പമൊരു വെൺതാമരപ്പൂവിൽ ചേർത്തു വച്ചതുപോലെ, അതെ, നിണമണിഞ്ഞ ശരീരമാകെ വിണ്ടുകീറിയ നിശ്ചലമായ ആ ദേഹം, അതാണ് ചെന്താമരയുടെ സദൃശ്യം. ഇതാ വെൺതാമരപ്പൂ പോലെ പരിശുദ്ധ അമ്മ ആ അമ്മയുടെ മടിയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയമുള്ള സ്നേഹസഹോദരങ്ങളെ, കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ നമുക്കും ധ്യാനിക്കാം. വിവിധ സങ്കീർണമായ പ്രശ്നങ്ങളാൽ മുറിവേറ്റ, തളർന്ന, നിരാശയിൽ ആഴപ്പെട്ട ജീവിതങ്ങൾക്ക് ഒരു നല്ല മടിത്തട്ടുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടാണ്. നമുക്ക് ചേർന്ന് നിൽക്കാം. അമ്മ ഒരിക്കലും കൈവിടില്ല. അമ്മ മുറിവേറ്റ മനസ്സുകൾക്ക് സ്നേഹതൈലം പുരട്ടി ഈശോയുടെ സ്നേഹസാന്ത്വനം നൽകും. അമ്മയോട് ചേരാം, അമ്മയ്ക്ക് വേണ്ടി ഗീതങ്ങൾ പാടാം. അമ്മയെ ധ്യാനിക്കുന്നത് വഴി ഈശോയെ തന്നെ നാം കണ്ടറിയും. പാടി പ്രകീർത്തിക്കാം. കുരിശാകും തണൽ മരച്ചോട്ടിൽ
ജീവന്റെ മൊഴികൾ ശ്രവിച്ചൊരമ്മ കഥനം തീയുന്ന സന്ധ്യകളിൽ കണ്ണീരിനർത്ഥം ഗ്രഹിച്ചൊരമ്മ കുരിശാകും തണൽ മരച്ചോട്ടിൽ നിന്ന് ജീവന്റെ മൊഴികൾ ശ്രവിച്ചൊരമ്മ കഥനം തീയുന്ന സന്ധ്യകളിൽ കണ്ണീരിനർത്ഥം ഗ്രഹിച്ചൊരമ്മ അമ്മ കന്യ മണി നിന്റെ ജന്മം കാലം മറക്കാത്ത സത്യമല്ലോ അമ്മ കന്യ മണി നിന്റെ സഹനം മാലോകരോർക്കുന്ന പുണ്യമല്ലോ അമ്മേ മറിയേ തുണയാകണേ കുരിശോടു ചേർന്ന് ചരിച്ചിടുവാൻ അമ്മേ മറിയേ തുണയാകണേ കുരിശോടു ചേർന്ന് ചരിച്ചിടുവാൻ കുരിശാകും തണൽ മരച്ചോട്ടിൽ നിന്ന് ജീവന്റെ മൊഴികൾ ശ്രവിച്ചൊരമ്മ കഥനം തീയുന്ന സന്ധ്യകളിൽ കണ്ണീരിനർത്ഥം ഗ്രഹിച്ചൊരമ്മ ചുടുചോര വാർക്കുന്ന മകനെ മടിയിൽ കിടത്തിയൊരമ്മ അവസാന ശ്വാസം നിലയ്ക്കുവോളം മകനോടൊപ്പം ചലിച്ചൊരമ്മ ചുടുചോര വാർക്കുന്ന മകനെ മടിയിൽ കിടത്തിയൊരമ്മ അവസാന ശ്വാസം നിലയ്ക്കുവോളം മകനോടൊപ്പം ചലിച്ചൊരമ്മ അമ്മേ ഞാൻ നിന്നൊപ്പം ചലിച്ചിടുകിൽ ഇന്നാത്മാവിലെ ഭാരം മാറും അമ്മേ ഞാൻ നിന്നൊപ്പം ചലിച്ചിടുകിൽ ആത്മാവിൽ ആനന്ദമേറുമെന്നും അമ്മേ മറിയേ തുണയാകണേ കുരിശോടു ചേർന്ന് ചരിച്ചിടുവാൻ അമ്മേ മറിയേ തുണയാകണേ കുരിശോടു ചേർന്ന് ചരിച്ചിടുവാൻ കുരിശാകും തണൽ മരച്ചോട്ടിൽ നിന്ന് ജീവന്റെ മൊഴികൾ ശ്രവിച്ചൊരമ്മ കഥനം തീയുന്ന സന്ധ്യകളിൽ കണ്ണീരിനർത്ഥം ഗ്രഹിച്ചൊരമ്മ സ്വപ്നങ്ങൾ നിറവേറുവാൻ
പരിശുദ്ധയായി വിളങ്ങുമമ്മ. ദൈവീക സ്വപ്നങ്ങൾ നിറവേറുവാൻ ക്ഷമയോടെ എന്നും കാത്തൊരമ്മ. പരിഭവമൊഴികളില്ലാതെ പരിശുദ്ധയായി വിളങ്ങുമമ്മ. അമ്മേ ഞാൻ നിന്നൊപ്പം നടന്നിടുകിൽ ദൈവീക സ്വപ്നങ്ങൾ പൂവണിയും. അമ്മേ ഞാൻ നിന്നൊപ്പം ചരിച്ചിടുകിൽ വിശുദ്ധിതൻ നറുശോഭ നിറയുമെന്നിൽ. അമ്മേ മരേ തുണയാകണേ, കുരിശോടു ചേർന്നു ചരിച്ചിടുവാൻ. അമ്മേ മരേ തുണയാകണേ, കുരിശോടു ചേർന്നു ചരിച്ചിടുവാൻ. കുരിശാകും തണൽ മരച്ചോട്ടിൽ നിന്ന് ജീവന്റെ മൊഴികൾ ശ്രവിച്ചൊരമ്മ. കഥനം പെയ്യുന്ന സന്ധ്യകളിൽ കണ്ണീരിനർത്ഥം ഗ്രഹിച്ചൊരമ്മ. അമ്മ കന്യാമണി നിന്റെ ജന്മം കാലം മറക്കാത്ത സത്യമല്ലോ. അമ്മ കന്യാമണി നിന്റെ സഹനം മാലോകരോർക്കുന്ന പുണ്യമല്ലോ. അമ്മേ മരേ തുണയാകണേ, കുരിശോടു ചേർന്നു ചരിച്ചിടുവാൻ. അമ്മേ മരേ തുണയാകണേ, കുരിശോടു ചേർന്നു ചരിച്ചിടുവാൻ. ടീന മേരി. ടീനയുടെ പേരിൽ തന്നെ ചേർന്ന് അമ്മയുടെ നാമം കൂടിയുണ്ട്, ടീന മേരി. അമ്മയെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു കുഞ്ഞാണ് ടീന എന്ന് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ആ മനോഹര ഗീതങ്ങളൊക്കെ പാടി അമ്മയെ മഹത്വപ്പെടുത്തുമ്പോൾ, ഇപ്പം ഈ റെക്കോർഡിംഗ് വേളകളിൽ അതുപോലെ തന്നെ സംഗീത വഴികളിൽ ഈ അമ്മയുടെ സ്ഥാനവും പ്രാധാന്യവും എത്രമാത്രം ടീന നൽകിയിട്ടുണ്ട്? വലിയ സ്ഥാനമാണ് അമ്മയ്ക്കുള്ളത്. നമ്മളൊരു പാട്ട് അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി തന്നെയാണെങ്കിലും അത് വെറുതെയും ചെയ്യാം, അമ്മയുടെ കൂടെയും ചെയ്യാം. പക്ഷെ അമ്മയുടെ കൂടെ ചെയ്യുമ്പോൾ അമ്മയെ വിളിച്ച് അമ്മ ഞാൻ ഇങ്ങനെ പാടാൻ പോവാണ്, അതിൻ്റെ അർത്ഥത്തിൽ അലിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് പാടുമ്പോൾ എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പാടുമ്പോൾ എൻ്റെ കൂടെ ആരോ പാടുന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായും അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജീവിതത്തിൽ എന്ത് സാഹചര്യം തന്നെ ആണെങ്കിലും, സഹനങ്ങളിലൂടെ ആണെങ്കിലും അമ്മ എങ്ങനെയായിരുന്നു? അമ്മ ഒരു റോൾ മോഡലാണ്. അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഒരു ചെറുതെങ്കിലും മനോഹരമായ ഒരു സാക്ഷ്യ ഉറപ്പാണിത്. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ ഈ കുരിശൊന്നും മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ എന്താണ് മാതൃക നൽകുന്നത്? കുരിശോട് ചേർന്ന് നിൽക്കുക. പ്രിയമുള്ളവരെ, കുരിശുകൾ നമുക്ക് മഹത്വം നൽകും. ജീവിത സഹനങ്ങളിൽ നിന്ന് വിട്ടോടി ഒരു വ്യക്തിക്ക് നന്മയുടെ പടവുകൾ കയറാനാവില്ല. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ നമ്മുടെ വിശുദ്ധീകരണത്തിനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ കൂടെ അമ്മയുണ്ടാവുമെന്ന് ഈ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഗാനം പാടുമ്പോൾ കൂടെയുള്ള ഒരു സാന്നിധ്യം ഒരു ഗായകനോ ഗായികയോ മാത്രമല്ല, ജീവിതബാന്ധാവിൽ ഏത് വഴിയാത്രക്കാരനും തൻ്റെ
ഉൾത്തലങ്ങളിൽ ഊഷരത നിറഞ്ഞ ജീവിതത്തിൻ്റെ അഗ്നിച്ചൂടിൽ ഈ അമ്മ കുളിർതന്നലായി കൂടെയുണ്ട്. ഒരു സാന്ത്വനം പോലെ, സ്നേഹത്തിൻ്റെ ഈരടികൾ പോലെ അമ്മയെ കൂട്ടുപിടിക്കാം, ജീവിതം ധന്യമാക്കാം. അടുത്ത സ്നേഹപ്രകീർത്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വപ്നങ്ങൾ പാതി വഴിയിൽ വീണുടഞ്ഞു പോകുമ്പോൾ തീരാ ദുഃഖത്തിൻ വേനലിൽ ഏകയായി ഞാൻ അലയുമ്പോൾ സ്വപ്നങ്ങൾ പാതി വഴിയിൽ വീണുടഞ്ഞു
കാവലായി നീ വരേണമേ കന്യകാ മറിയമേ കനിവിൻ കടലേ കണ്ണീരാ കേഴുമീ ഏഴതൻ അമ്മ നീ. പാപവഴികൾ വിട്ടു ഞാൻ പുണ്യവഴിയെ നീങ്ങുവാൻ തിന്മ തീർത്തൊരാ കെണിയിൽ കാലിടറാതെ ജീവിപ്പാൻ പാപവഴികൾ വിട്ടു ഞാൻ പുണ്യവഴിയെ നീങ്ങുവാൻ തിന്മ തീർത്തൊരാ കെണിയിൽ കാലിടറാതെ ജീവിപ്പാൻ നിന്റെ മേലങ്കിക്കുള്ളിലായി നിത്യവും ചേർത്തു നിർത്തണേ നിന്റെ മേലങ്കിക്കുള്ളിലായി അമ്മേ നീ എന്നെ ചേർക്കണേ നിത്യസഹായ മാതാവേ നിത്യവും കാത്തുകൊള്ളണേ നിത്യസഹായ മാതാവേ നിത്യവും കാത്തുകൊള്ളണേ കന്യകാ മറിയമേ കനിവിൻ കടലേ കണ്ണീരാൽ കേഴുമീ ഏഴതൻ അമ്മ നീ. മാതാവേ മറിയമേ
മറക്കാതിരിക്കാം ഈ അമ്മയെ. തൻ്റെ കാപ്പയ്ക്കുള്ളിൽ നമ്മെ പൊതിഞ്ഞ് കൺമണികളായി സൂക്ഷിക്കുന്ന ഈ നല്ല അമ്മ. പണ്ടൊക്കെ മക്കളെ കിടത്തിയുറക്കാൻ നേരം പായുടെ 4 വശങ്ങളിലും കുരിശു വരച്ച് നന്മ നിറഞ്ഞ മറിയമേ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിച്ചിരുന്ന പഴയ ഓർമ്മകൾ ഹൃദയത്തിൽ ഉദിക്കുന്നില്ലേ? ആധുനികതയുടെ കുത്തൊഴുക്കിൽ ജപമാല പ്രാർത്ഥനകളും മരിയ സ്തുതിസ്തോത്രങ്ങളൊക്കെ അകന്നകന്നു പോകുന്നുണ്ടോ എന്ന് ഹൃദയപൂർവ്വം നമുക്കൊന്ന് ശോധന ചെയ്യാം. തിരിച്ചു പിടിക്കാം ആ പഴമയുടെ നന്മ നിറഞ്ഞ ദിനങ്ങളെ. ജപമാല പ്രാർത്ഥനകളാൽ, ലുത്നീയ ഗീതങ്ങളാൽ ഒക്കെ മുഖരിതമാകട്ടെ നമ്മുടെ കുടുംബങ്ങൾ. അമ്മയുടെ നനുത്ത സ്പർശം ജീവിതഗന്ധിയായി ഉണർവോടെ ചേർന്ന് നിൽക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, അവിടുത്തെ തിരുഹൃദയത്തിലെ തിരിച്ചോരത്തുള്ളികളാൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. അവിടുത്തെ അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ ഇതാ ഞങ്ങളെ പൊതിയാൻ അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ അമ്മയെ നൽകി. അമ്മേ മേരിനാഥേ, ഒരിക്കലും പിരിയാതെ അമ്മ കൂടെയുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങളെ കാക്കണേ, കരം പിടിക്കണേ, വഴി നടത്തണേ. ആമേൻ.